അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്താ നമുക്കറിയില്ലേ? യഹ്യ ബിൻ ശറഫ് എന്ന് പറയുന്ന പൊന്നുമോനെ കുറിച്ച് നമുക്കറിയില്ലേ? തന്റെ ഉമ്മ പറയുകയാണ്, യഹ്യ ബിൻ ശറഫിനോട് തന്റെ ഉമ്മ പറയുകയാണ്, മോനെ ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊണ്ടുവാ മോനെ, ഉമ്മാക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ പൊന്നുമോനെ. പൊന്നുമോനതാ ഉമ്മയുടെ വാക്ക് കേട്ട് വെള്ളമെടുത്ത് ഉമ്മയുടെ അരികത്തോട്ട് വന്ന സമയത്ത് ഉമ്മയതാ ഉറങ്ങിപ്പോയിരിക്കുകയാ. ഉമ്മ ഉറങ്ങിപ്പോയി. നമുക്കെയാണെങ്കിൽ ഉമ്മ ഇങ്ങനെ തട്ടി വിളിക്കും, എന്നിട്ട് ഉമ്മയുടെ ഉറക്കം കിടത്തി ഉമ്മാക്ക് വെള്ളം കൊടുക്കും. ഈ പൊന്നുമോന് ചെയ്തതെന്താ? ഉമ്മ ഉറങ്ങുമ്പോൾ ഉമ്മയെ ശല്യം ചെയ്യണ്ട, ഉമ്മയുടെ ഉറക്കം കെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടാ ആ പൊന്നുമോനെ പാതിരാത്രി വരെ ഒരു ഗ്ലാസ് വെള്ളവുമായി നിൽക്കുകയാ. ആ വെള്ള ഗ്ലാസുമായി നിൽക്കുമ്പോൾ അതാ പാതിരാത്രിയായ സമയത്ത് ഉമ്മയതാ പെട്ടെന്ന് ഉണരുമ്പോൾ തന്റെ പൊന്നുമോനുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളവുമായി നിൽക്കുകയാ. ആ സമയത്ത് ഉമ്മ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പൊന്നുമോനെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ആ സമയത്ത് ആ പൊന്നുമോൻ ഉമ്മയോട് പറയുകയാണ്, ഉമ്മയുടെ ഉറക്കം കിടത്തണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഉമ്മയെ വിളിക്കാതെ ഇവിടെ നിന്ന് പോയത്. ആ സമയത്ത് ആ ഉമ്മ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഈ പൊന്നുമോനെ, എന്റെ ഈ ഓമന മോനെ നീ നന്നാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. ആ ദുആയുടെ ഫലമായി ഉണ്ടല്ലോ ആ പൊന്നുമോന് ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനായി മാറി. ഈ ലോകത്തെ അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയുണ്ടോ? അത് ഏതെന്നറിയുമോ? തന്റെ ഉമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മമാർക്ക്